എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കേരളത്തിൽ കഴിഞ്ഞ 10 ദിവസമായി കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് കേരളത്തിലെ കാലാവസ്ഥയൊക്കെ 10 ദിവസമായി നല്ല കാലാവസ്ഥയായിരുന്നു. തണുപ്പുണ്ടായിരുന്നു, മഴ പെയ്ത് ചൂടെല്ലാം കുറഞ്ഞു, നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലെ പര്യടനം കഴിഞ്ഞ് കേരളത്തിൽ ലാൻഡ് ചെയ്തു. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? ഇന്ന് രാവിലെ ടി വി വെച്ച് നോക്കിയപ്പോൾ തിരുവനന്തപുരത്ത് പ്രളയം, പാലക്കാട് ഉരുൾപൊട്ടൽ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയാണ്. പലയിടങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവേ, പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. കണ്ടില്ലേ? അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി 10-15 ദിവസക്കാലമായി എന്നെ കൊണ്ട് തോറ്റു. ഇന്തോനേഷ്യയിലും ദുബായിലും മറ്റ് പല രാജ്യങ്ങളിലും ഒരു അജ്ഞാതവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ദിവസമായി വന്നിറങ്ങിയപ്പോഴത്തേക്കും ഇടിവെട്ടും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും എന്തുവായിരുന്നു. ഇന്നലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നത് ബോധ്യപ്പെട്ടു, ആ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ പറയില്ല, കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ. നല്ല ലക്ഷണം കെട്ട മുഖമാണ്, മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ഇന്തോനേഷ്യയിൽ പോയ സമയത്ത് 100 വർഷമായി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടി അവിടുന്ന് ലാവ പുറത്തേക്ക്. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവെസി പ്രവിശ്യയിൽ സ്ഫോടനത്തെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തിരുന്നു. എനിക്കിതിരി ദണ്ണുണ്ട്, എന്റെ സാധനം കരിഞ്ഞുപോയി പ്രവഹിക്കാൻ തുടങ്ങി. അബുദാബി പോയ സമയത്ത് വെള്ളപ്പൊക്കമായിരുന്നു, മണലാരണ്യത്തിൽ വെള്ളപ്പൊക്കമായിരുന്നു. ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. UAE 7 എമിറേറ്റുകളിലും ഇന്നലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ്. അറബികൾ ഇന്നേ വരെ ഇത്രയും വെള്ളം കണ്ടിട്ടില്ല. കടല് മുഴുവൻ അബുദാബിയിലേക്ക് കയറി വന്നു എന്നാ കരുതിയത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി.